ഇതുണ്ടാക്കിയെടുക്കാൻ 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അതിന് മുമ്പ് തന്നെ സംഭവം സെറ്റായി വരും കേട്ടോ. അത്രയും സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഇത് എങ്ങനെ നമുക്ക് റെഡിയാക്കാമെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മീഡിയം സൈസിലുള്ള ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് വേണ്ട കട്ട് ചെയ്തെടുക്കാൻ. ഇതിലോട്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറ് മാറി വരുന്നത് വരെ ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല നമുക്ക് ഇതുപോലെ അങ്ങനെ പരത്തി വെക്കാം. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് നമ്മൾ കലക്കിയെടുത്ത മുട്ടേൻ്റെ കൂട്ട് ഒഴിച്ചെടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് മുഴുവനായിട്ട് ഒഴിച്ചെടുക്കാം. നമ്മളിത് ഒഴിച്ചെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട ഒഴിച്ചെടുക്കാൻ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നമുക്ക് പകുതി വേഗ് ആവുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പകുതി ഭാഗം കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തുറന്ന് നോക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 1 മിനിറ്റ് സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അടി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാൻ. മാത്രമല്ല വളരെ സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. പുതിയ വിഭവമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.